അല്ല ജയസകല് നോക്ക്, ഞാൻ പറഞ്ഞത് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളാണ്. ജയസകല് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാളുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അതിനെതിരെ ഒരു വലിയ പ്രക്ഷോഭം നടത്താമായിരുന്നു, അൻവറിനെ അതിനെതിരെ കേസ് കൊടുക്കാമായിരുന്നു, ആ കേസുമായി മുന്നോട്ട് പോകാമായിരുന്നു. MM ഹസൻ കൊടുത്ത കേസുമായി നിങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഒരു അഴിക്കുള്ളിലാക്കാവുന്ന നിലവാരത്തിലേക്ക് ആ കേസ് നടത്താമായിരുന്നു. ഇത്രയും നീചമായ ഒരു എവിടെ നടക്കുന്നെങ്കിലേ ഇത്രയും നീചമായ ഒരു പ്രസ്താവന നടത്തിയ ഒരു വ്യക്തി നോക്കൂ, രാഷ്ട്രീയമായിട്ട് അണികൾ പോലും പറയാത്ത ഒരു വാചകം, അണികൾ പോലും, ലോക്കൽ അണികൾ പോലും പറയാത്ത ഒരു വാചകം പറഞ്ഞ ഒരു വ്യക്തിയെയാണ് നിങ്ങൾ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്ത് രാഷ്ട്രീയ ക്രെഡിബിലിറ്റിയാണ് നിങ്ങൾ അദ്ദേഹത്തിൽ കാണുന്നത്? അദ്ദേഹത്തിന് എന്ത് ക്രെഡിബിലിറ്റിയാണ് കാണുന്നത്? ഇന്ന് പറഞ്ഞ നോക്കൂ, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരൻ തന്നെ ഇത് ബ്രേക്ക് ചെയ്യേണ്ട ഒരു ന്യൂസാണ് ആദിത്യ. ഞാൻ പറയുന്നു ഇത് വലുതായി ബ്രേക്ക് ചെയ്യണം. കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ ഒരു യഥാർത്ഥ ഹംസ നെടുക്കുട്ടി എന്ന് പറയുന്ന ഏതൊക്കെയോ ഒരു ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം പറയുകയാണ്, ഞങ്ങളുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു തൃണം മാത്രമാണ് അദ്ദേഹം. അങ്ങനെ പറയുന്ന ഒരു വ്യക്തി നോക്കൂ, എനിക്ക് തോന്നുന്നു തൃണമൂൽ കോൺഗ്രസുമായിട്ട് ഇദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല. ഇനി ഈ ഹംസ നെടുക്കുട്ടി വെറുതെ പറയണാണോ എന്നറിയില്ല, ചാനലുകൾ മുഴുവൻ അദ്ദേഹത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിട്ടൊക്കെയാണ് അവതരിപ്പിക്കുന്നത്.